ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. മരത്തമ്മ കയറി ചക്ക വെട്ടിട്ട് ചക്കപ്പുഴുക്ക്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പം ഇതാണ് നമ്മുടെ കഥാനായകന്. നല്ല ദേഷ്യത്തിലാണ് വരവന്നെ. എന്തോ കാര്യത്തിന് ദേഷ്യം പിടിച്ചതാണ്. പിന്നെ ഇടയ്ക്കൊരു ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആളെന്തോ കലിപ്പിൻ്റെ പുറത്ത് തന്നെയാണുള്ളത്. ഏത് ചക്ക ഇടണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുക്ക് വാളെന്തോ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടാ ദേഷ്യം പിടിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ദേഷ്യം പിടിച്ച് വഴക്കിട്ട് എന്നിട്ടൊക്കെ മരത്തുമ്മൽ പൊതുവേ കയറാറുള്ളത്. ഇത് ഷൈജൽക്കാൻ്റെ മൂത്ത പെങ്ങളാട്ടോ അമിന. മാമിൻ്റെ കൈമ്മൽ ആയുധങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതാ ഷൈജൽക്ക മരം കയറാണ്. ഇതിൻ്റെ മുകളിലുള്ള ചക്കാണ് എടുക്കേണ്ടത് കേട്ടോ. ആ പ്ലാവിൻ്റെ അടുത്താണെങ്കിൽ ഒരു വായ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അല്ലെങ്കിലേ ദേഷ്യം പിടിച്ചിട്ട് ഷൈജൽക്ക നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ആ വായം കൂടി കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും. ഭാഗ്യം വായക്കൊന്നും വെട്ട് കൊടുങ്ങാതെ അങ്ങനെ മുകളിൽ കയറിയിട്ട് ഇതാ ആയുധം വാങ്ങുകയാണ്. ആയുധം കൊടുക്കാൻ വേണ്ടിയിട്ട് പെങ്ങൾ വരെ മരം കയറുന്നുണ്ട്. കണ്ടു കൈ അത്ര ഉയരത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ. മുകളിലുള്ള ചക്ക ഇടാന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ചക്ക അത് നേരെ പോകുന്നത് താഴത്തെ വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് ചക്ക എടുത്ത് കൊണ്ടാന്നു. അങ്ങനെ നമ്മുടെ നായകൻ ഇറങ്ങി ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്ന ഷൈജൽക്ക് ഉണ്ടാട്ടൊന്ന്. അങ്ങനെ ചക്ക നമ്മുടെ മുറ്റത്ത് എത്തിയിട്ടുണ്ട്. ചക്കൻ്റെ സീസണ് 1.5 മാസത്തേക്ക് നാട്ടിന് വന്നല്ലോ. അപ്പം നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഷൈജൽക്ക് ചെയ്യണ്ടേ അല്ലേ? അങ്ങനെയല്ലേ? അപ്പം നമ്മളിന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണം. ചക്ക വെട്ടി അതെടുത്ത് അതിങ്ങനെ മുറിച്ച് ഇതിൻ്റെ ഓരോ ചുളകളും എടുത്ത് അത് മുറിച്ചിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയൊക്കെ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പശയില്ലേ വെള്ള കളറ് വിളഞ്ഞീന്ന് പറയും. അത് കയ്യിലൊക്കെ ആയാൽ ഭയങ്കര റിസ്ക്. അതിൻ്റെ ഇടയ്ക്ക് ഈ പച്ച ചക്ക തിന്നാൻ നല്ല രസം കേട്ടോ. ഞാനത് നോക്കുന്നുണ്ട്. അത് ഷൈജൽക്ക കൊണ്ടാന്ന് ഷൈജൽക്ക തന്നെയാണ് വെട്ടണതൊക്കെ സെറ്റ് ആക്കുന്നത്. പിന്നെ ഒരു ശകരൻ്റെ ഉള്ളിൽ നിന്ന് ആ തുപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഈ വിളഞ്ഞിയൊക്കെ പോകട്ടോ. ഇത് കൈമലായാലും ഡ്രസ്സിലൊക്കെ ആയാൽ ഭയങ്കര ഇടുങ്ങാറാണ്, പോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ കുറേ പോയി കഴിഞ്ഞാൽ നമുക്ക് ചക്ക വെട്ടിയെടുക്കാൻ ചെയ്യണം. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു കഷ്ടം ചക്ക തിന്നോക്കാം. കേട്ടോ ഈ ചക്ക ഓറഞ്ച് കളറാവുമല്ലോ. ആ ചക്കയിൽ നിന്ന് ചുളകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിടണം കേട്ടോ. ചുള ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഷൈജൽക്ക്. അതിങ്ങനെ മാമിത്താത്ത ഇങ്ങനെ ഇരുന്നിട്ട് മുറിച്ചിടുന്നതാണ്. അങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് വേണം നമുക്ക് എടുക്കാൻ. ചക്ക വെട്ടിയത് നിങ്ങൾ കണ്ടില്ല. അങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇതിന്ന് ഇങ്ങനെ ചുളകളെടുത്ത് മാറ്റാം കേട്ടോ ചെയ്യുക. വലിയ ചക്ക ആയിരിക്കും അത് നമ്മളിങ്ങനെ 4 കഷ്ണാക്കി മുറിച്ച് പിന്നെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ ഈ ചുള മാത്രം എടുക്കും. ഇതിൻ്റെ ഈ ചെറിയ ചെറിയ നീണ്ടു കിടക്കുന്ന സാധനമില്ലേ അതൊന്നും എടുക്കില്ല. അതൊന്നും നമ്മൾ തിന്നുന്ന സാധനമല്ല. ഈ ചക്കൻ്റെ ചുള മാത്രം. ചക്ക എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ മുറിക്കണം. പിന്നെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു എടുക്കണം. ഇങ്ങനെ മുറിച്ചിട്ടിട്ട് അതിൻ്റെ കുരുവിൻ്റെ അവിടെ എത്തുമ്പം ഇവരെ കട്ട് ചെയ്യുന്നൊക്കെ ഇവർക്ക് എന്താ പറയുക നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവർക്ക് വേഗമാവും. നമ്മൾ ഇതിൻ്റെ കുരുവൊക്കെ പൊക്കി എടുത്താൽ ഇവർ മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് ചക്ക നല്ലതാണെങ്കിലും ഇതിൽ ചുള കുറവാണെന്നൊക്കെ കേട്ടോ അവർ പറയുന്നത്. ഏതൊരു ഭാഗത്ത് നിറച്ചും ഇങ്ങനെ മുറത്തിലേക്കൊക്കെയാണ് കേട്ടോ അവർ ചെത്തിയിടുക. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ല. അതായത് കോഴിക്കോടൊന്നും ഇങ്ങനെ ചക്ക പുഴുക്കുണ്ടാക്കുന്നു. ഞാനിതൊക്കെ കഴിക്കുന്ന ഇവിടെ വന്നിട്ടാണ്. കോഴിക്കോട് ഉണ്ടാക്കുന്നവരുണ്ടാവും, പക്ഷെ എന്നാലും റയറാണ്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കില്ല. ചക്ക പഴുത്ത കഴിക്കുന്നല്ലാണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചുള എടുത്തതല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ചുള ഇല്ലാത്തതാണ് സംഭവം. പണിയെടുത്ത് ഷൈജൽക്ക് ഒരു വിധമായിക്കുക. അവിടുന്ന് ഇവിടെ വന്നത് മുതൽ ഓരോ ഡിഷ് ഉണ്ടാക്കുന്നത് ഷൈജൽക്ക് തന്നെയാണ്. അപ്പം നമ്മുടെ ചക്ക കഴുകി ഇതങ്ങനെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ നിറച്ച് കുമ്പാരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേവുമ്പോൾ അമർന്നു പോകുന്ന പറയുന്നത്. പിന്നെ ചക്ക അതിലേക്ക് ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതുകൊണ്ട് തന്നെ അടിയിൽ ഇങ്ങനെ വെന്ത് വരുന്നുണ്ടാവും. അപ്പം ഇതിങ്ങനെ അമർന്ന് പോകുന്നു. നമ്മളിങ്ങനെ ഒരു കുക്കർ നിറച്ചും ചക്ക എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കേട്ടോ അത്രയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ പിന്നെ ഷൈജൽക്ക് ഇട്ട് അമർന്ന് വന്നപ്പോൾ പിന്നെ ഷൈജൽക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ അമർത്തുകയാണ്. ഇത് അമർന്ന് പോവും. ഒരു 2-3 വിസലാട്ടോ നമുക്ക് വേണ്ടത്.
അപ്പം ചക്കയ്ക്ക് വേണ്ടിയുള്ള അരപ്പാണിത്. തേങ്ങ, പച്ചമുളക്, കരിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകങ്ങൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം അരയ്ക്കണം. അത് 2-3 വിസിൽ ചക്ക വേവണം കേട്ടോ. എന്നിട്ടാണ് നമുക്ക് ഈ അരപ്പ് ചേർക്കേണ്ടത്. ഈ നല്ല വെന്ത് നല്ല ഉടയ്ക്കണം കേട്ടോ. വെന്ത് വന്നാൽ ഇനി വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും, നമ്മളൊന്നും കൂടി കയ്യിൽ വെച്ചിട്ട് ഉടയ്ക്കണം. ആദ്യം ഇവിടെ മന്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണല്ലോ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉടയ്ക്കുക. ഇപ്പം അങ്ങനെ കയ്യിലൊക്കെ ആയി. ഇവിടെ ഞാൻ വന്ന സമയത്ത് ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു, മന്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന്ന് ഞാൻ കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ട്, തേങ്ങ ഇടാത്തത്. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ, എന്താ സ്ഥിതി എന്നറിയില്ല. ഇതുപോലെ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. ഷജിൽക്ക ഉണ്ടാക്കിയില്ലേ, ഞാൻ കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷജിൽക്ക ഉണ്ടാക്കുന്ന എപ്പോഴാണ് കേട്ടോ. ഇതെന്തായാലും നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ പൊതുവെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തേങ്ങ ഇടാറില്ല, തേങ്ങ ഇടാതാണ് ഉണ്ടാക്കുക. ഇതാണ് കേട്ടോ തേങ്ങ ഇട്ടിട്ടുള്ള ചക്ക. അപ്പം ഞാൻ തേങ്ങ ഇടാത്ത ചക്കയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. തേങ്ങ ഇടാത്ത കുറച്ച് ചക്കയും കാന്താരി മുളക് ഉപ്പിലിട്ടോ. അപ്പം അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.